ഈ എന്താ ശരി നോക്ക് അങ്ങനെ പല്ലി എന്നാ എൻ്റെ ഒരു മഞ്ഞളായിട്ടടിക്കും. പറയട്ടെ പറയട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബിനമ്മാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പുറത്ത് നോക്കും ലൈറ്റ് വന്നില്ല ഗൈസ്. ഞാൻ രാവിലെ എണ്ണച്ചു സമയം 5:30. പക്ഷെ രാവിലെ തന്നെ ഒരു പണി കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ച് പണി കിട്ടിയപ്പോഴാണ് നിങ്ങൾ ഓർമ്മ പിന്നെ വ്ളോഗ് ചെയ്യാതെ രാവിലെ തന്നെ 2 ഗ്ലാസ് ചായ കാച്ചി വെച്ചാ. ഒരു ഗ്ലാസ് ചായ ഇവിടെ വെച്ച് 1 ഗ്ലാസ് ചായ ചായച്ചിട്ട് കൊടുത്ത് ഒരു കാര്യമല്ല ഉണ്ട്. അതിന്റെ അപ്പുറത്തിരുന്ന പാലിന്റെ പാത്രം ഞാൻ എടുത്ത് ഇപ്പുറത്ത് വെച്ച് ഗ്ലാസ് തട്ടി പറഞ്ഞു ഫുൾ ചായ എന്തായി എന്റെ പകുതി ചായ എടുത്തു കുടിച്ചു. പിന്നെ കല്യാണം കഴിക്കുന്നതിനാ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സഹായിക്കാൻ ഒരാളെ കിട്ടാൻ വേണ്ടിട്ട് നമ്മള് കല്യാണം കഴിക്കുന്നത് അല്ലേ? ഞാൻ രാവിലെ എണീച്ചു 5:15 എണീച്ച്. ഞാൻ 5 മണിക്ക് എണീറ്റു. ഞാൻ ഓഫീസിലേക്ക് ഫുഡ് കൊണ്ടുപോകുന്നുള്ള കടുത്ത തീരുമാനങ്ങൾ പലതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഫുഡ് കൊണ്ടുപോകാന്നുള്ള തീരുമാനത്തിലാണ് പ്രിപ്പറേഷൻ. രാവിലത്തത് ഒരു വല്ലാത്ത ദിവസമായി. ഇപ്പൊ എന്താ പറയുക, മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പാത്രം എടുത്ത പാത്രം എന്തിനാന്ന് മറന്നുപോയി. തിരിച്ചു വെച്ച് അതിൽ വേറെ പാത്രത്തിൽ കാബേജ് വറവുണ്ടാക്കി. അങ്ങനെയുള്ള ഒരു പ്രത്യേക ദിവസമാണ്. എനിക്കൊട്ടൊന്നും സുഖമില്ല. ഇന്നലെ രാത്രിയെ ചെറിയൊരു ജലദോഷം തുടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ടി ജ്യൂസ് കുടിച്ചു. അപ്പോ അന്ന് എന്നോട് രാത്രി പറഞ്ഞു അമ്മ എനിക്ക് തൊണ്ടവേദന എടുക്കുന്നതെന്ന്. ഇപ്പൊ 2 ദിവസമായി. മുടിയും ഉണ്ട്, അതുകൊണ്ട് ഇനി മുടിയും മുറിക്കണം. സുഖമില്ല, ഡോക്ടറെ ഒന്ന് കാണിക്കണം. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പറഞ്ഞയക്കുന്നില്ല. അവൻ കിടന്നുറങ്ങുന്നുണ്ട്. ചെറിയൊരു കൊര വന്നിട്ടുണ്ട്. ചെറുങ്ങനെ ചുമക്കുന്നുണ്ട്. കൊയരയല്ല, ചുമ. ഇന്നത്തെ നമ്മളെ മെനു പറഞ്ഞത് രാവിലെ ചപ്പാത്തിയും മുട്ട റോസ്റ്റും. സാഹചര്യം ഓഫീസിൽ കൊണ്ടുപോയി. നമുക്ക് പൂരിയും മുട്ട റോസ്റ്റും. കുട്ടനും എനിക്കും പൂരിയാണ് ഇഷ്ടം. ഉച്ചക്കേക്ക് പരിപ്പും മുരിങ്ങയും കറി. ഇന്നലെ ഞാൻ എല്ലാം മീൽ പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൽ പ്രിപ്പറേഷൻ, പിന്നെ ക്യാബേജ് വറവ്, പിന്നെ ഇനി മീൻ വാങ്ങണം. ഒരു 10 മണിയായാൽ നമ്മളവിടെ മീനിൻ്റെ കടയിൽ വിളിച്ച് ചേർത്ത് മീൻ വാങ്ങണം. ഇതാണ് നമ്മളെ ഇന്നത്തെ മീൻ. ആദ്യം ഞാൻ വിചാരിച്ചു എണീച്ചപ്പോൾ കുറച്ച് സമയം കൂടി കിടക്കാനായിരിക്കട്ടെ, പറഞ്ഞേക്കുന്നില്ലല്ലോ, തിരക്കില്ലല്ലോ. മങ്കൂരിന് ചപ്പാത്തി മുട്ട റോസ്റ്റും ഒക്കെ കുറച്ച് സമയമല്ലേ എടുക്കും. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, വിട്ടു കൊടുക്കണ്ട, നമുക്ക് എണീക്കാം. ഇതിന് മുന്നേ ഒരു 3-4 ദിവസം മുന്നേ ഞാൻ 5 മണിക്ക് എണീച്ചു. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എണീച്ചിട്ടുണ്ടാക്കാം. ഞാൻ അരിക്കൂട്ടൻ എണീച്ചാൽ ഫ്രീ ആയിട്ട് നിൽക്കാമല്ലോ. അഥവാ ജലദോഷം എല്ലാം ഉള്ളതുകൊണ്ട് ഒരു വാശിയെല്ലാം ഉണ്ടെങ്കിൽ നിൽക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എണീച്ചാൽ സ്കിൻ കെയർ എല്ലാം ചെയ്തു. ഞാൻ സ്കിൻ കെയർ എല്ലാം തുടങ്ങി കഴിച്ചു. ഞങ്ങൾ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. ഞാൻ ഫുൾ സ്കിൻ കെയർ. ഇപ്പോൾ രാവിലെ രാത്രി പുറത്ത് പോകുമ്പോൾ പണ്ട് നൈതിക്കുട്ടൻ്റെ പൗഡറും ക്രീമും ഇട്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ 30 വയസ്സായപ്പോൾ എനിക്കൊരു ബോധോദയം പറ്റില്ല, സ്കിൻ കെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. സാധനങ്ങളെന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല കേട്ടോ. നമ്മളെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം നമുക്ക് നമ്മുടെ പ്രായത്തിനനുസരിച്ച് എല്ലാം ഉള്ള നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പം തന്നെ പകുതിയായി. ഞാൻ ഒരാൾക്കുള്ളതാണ് വാങ്ങിയത്. പിന്നെ ഞാനിവിടെ എന്ത് മുഖത്ത് തേച്ചാൽ അപ്പടിക്കാർക്കും പോകണം. ഇയാൾ തേച്ച് പകുതിയായി. എന്നിട്ട് പറയാ ഞാൻ ചെയ്തു കൊടുക്കണം പോലും. അനക്കേ ഞാൻ ചെയ്യുന്നത് ഒരു ഓട്ടത്തിന്റെ ഇടക്ക ഞാൻ മുഖത്ത് തേച്ചു കൊടുക്കണം പോലും. എന്തെല്ലാം കഷ്ടപ്പാടാണ്. നമ്മള് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ യാദർച്ഛികമായി തുടങ്ങിയത് അല്ലേ? ഇന്ന് രാവിലെ തീരുമാനിച്ച് വിചാരിച്ചിട്ടൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. യൂണിവേഴ്സൽ ഡ്രസ് ഓഫ് വീട്ടമ്മമാർ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നൈതിക്കുട്ടൻ എണീച്ചിട്ടുണ്ടായി. അവൻ നമ്മൾ ഈ ഒച്ചയെല്ലാം കേട്ടിട്ടാണ് അവനും പെട്ടെന്ന് എണീച്ച്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഞാൻ തന്നെ വേണം. സായുജ് പോയി കഴിഞ്ഞാലും പറയും അച്ഛൻ വേണ്ട അമ്മ വേണം എന്ന് പറയും. അങ്ങനെ ഞാൻ പോയി ഒന്ന് ഉറക്കി കിടത്തിയിട്ട് വന്നു. ആ സമയം കൊണ്ട് സായുജ് എക്സസൈസ് ചെയ്തു. പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ചതൊക്കെ സായുജ് ഒന്ന് ഇളക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ ഉറക്കി കിടത്തിയിട്ട് വീണ്ടും വന്ന് പണിയെടുക്കുമ്പോഴത്തേക്കും വീണ്ടും നൈതി എണീച്ചിട്ടുണ്ടായി. അമ്മ എൻ്റെ അടുത്ത് കിടക്ക് പോവല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് സമയം ഉണ്ടല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സായുജ് പോകാൻ ഇനിയും കുറേ സമയം. അതുകൊണ്ട് ഞാൻ വീണ്ടും അവൻ്റെ അടുത്തേക്ക് വന്ന് കിടന്നു. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളില്ലേ, ഈ ഇളക്കലും പിടിക്കലൊക്കെ സായുജിനോട് ഞാൻ ഇടയ്ക്കൊന്ന് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെയ്യണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതനുസരിച്ചിട്ട് സായുജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കോമഡി എന്താണെന്നറിയോ, ലാസ്റ്റ് ഈ മുട്ട റോസ്റ്റ് കരിഞ്ഞു പോയി. അത് സായുജിൻ്റെ പ്രശ്നം കൊണ്ടല്ല കേട്ടോ, ഞാൻ പാത്രം കഴുകാൻ വേണ്ടി നിന്നപ്പോൾ മുട്ട റോസ്റ്റ്
എൻ്റെ മനസ്സിലുണ്ട്, അതായത് മുട്ട റോസ്റ്റ് കരിയും പക്ഷേ ഇതും കൂടെ കഴിഞ്ഞിട്ട് പോവാ എന്നുള്ളൊരു എന്താണെന്ന് അറിയില്ല. ഞാൻ അവിടെ സ്റ്റക്കായിപ്പോയി, ഞാനത് എടുത്തില്ല. അങ്ങനെ പിന്നെ മുട്ട റോസ്റ്റ് മുഴുവനും കരിഞ്ഞിട്ടുണ്ടായി. അപ്പോഴേക്കും നൈതിക്കുട്ടൻ എണീച്ച് നമ്മളെ സോഫയിൽ വന്ന് കിടന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് നമ്മളെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് അവൻ പകുതി ഉറക്കം പോയി. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കിനി ബെഡിൽ കിടക്കണ്ട, ഞാൻ സോഫയിൽ കിടന്ന് ഉറങ്ങാന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം, ഒരു 1/4 മണിക്കൂർ സോഫയിൽ കിടന്നുറങ്ങി. നമ്മൾ രാവിലത്തെ പണി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യലാണ്. നമ്മളെപ്പോഴും രാത്രി ലേറ്റായിട്ട് കിടക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ സ്ലോലി രാവിലത്തേക്ക് ഇങ്ങനെ മെല്ലെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ 11 മണിക്ക് കിടന്നിട്ട് ഒരു 5 മണിക്കെല്ലാം ഇവള് തുടങ്ങിയിട്ടില്ല. മോളെ നീ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? അപ്പം ഞാനിങ്ങനെ രാവിലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കില്ല. ഇവളെ അതിൻ്റെ ഇടയിൽ ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം ശരിയായി വരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. നമ്മൾ ചില സമയത്ത് എണീക്കുന്ന 9 മണിക്കല്ല, ഒരു 5 മണിക്ക് എണീറ്റുണ്ടെങ്കിൽ 9 മണി വരെ എത്ര ടൈം ഉണ്ട്? 6, 7, 8. വെറുതെ ശരി നേരം പോത്തല്ല 10 മണി വരെ കിടന്നു. എണീക്കുന്ന ആളെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കണ്ടേ വേണ്ടേ? അങ്ങനെയല്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമമാണല്ലോ. നമ്മളൊരു കാര്യം ചെയ്ത് തുടങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതന്നെ നമ്മൾ സക്സസ് ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയണം? അപ്പോൾ ഞാൻ പറയാം, 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 6, 7, 8, 9, 4 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം നമ്മളൊരു ദിവസം നമ്മൾ വർക്ക് ചെയ്യുന്ന ഏകദേശം 8 മണിക്കൂറല്ല, അതിന്റെ പകുതി നമ്മൾ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ അതാണ് എനിക്ക് വ്യത്യാസമായിട്ട് മനസ്സിലാകുന്നത്. നീ ഞാൻ പറയുന്നതിനിടയിൽ കുറച്ച് പ്രൊഡക്ടിവിറ്റി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. രാവിലെ എണീറ്റ് ആ ദിവസത്തെ കലണ്ടറിൽ നമ്മളിങ്ങനെ എന്തൊക്കെയാണ് ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ഓരോ കലണ്ടർ ബ്ലോക്ക് ചെയ്യും. നമുക്ക് ആ ടൈം സ്ലോട്ട് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൊക്കേഷനും സ്പെസിഫിക് ആയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള ത്വര കൂടുതലായിരിക്കും, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അതാണ് എൻ്റെ കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. മനസ്സിൽ ചെയ്യാം, വേണമെങ്കിൽ എഴുതി വെക്കാം. ഞാൻ ഈ കാര്യം ഈ സമയത്ത് ചെയ്യും എന്നുള്ള കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ വെറുതെ റാൻഡമായി പോകുന്ന ദിവസത്തിനേക്കാളും നമുക്ക് എന്താക്കാൻ പറ്റും? ആ ദിവസം കറക്റ്റായിട്ട് ആ സമയത്ത് ആ ലൊക്കേഷൻ നമ്മൾ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് ഇന്നത്തെ പ്രൊഡക്ടിവിറ്റി ടിപ്പ്. ഇങ്ങനെയുണ്ട് മീനുമാസ് കിച്ചൺ. ഫോളോവേഴ്സ് കൂടുകയുള്ളത് കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ. അപ്പോൾ കാണാം. താത്വികമായ അവലോകനമൊക്കെ സാജു ചെയ്തതിന് ശേഷം സാജു റെഡിയാവാൻ വേണ്ടി പോയി, കുളിച്ച് റെഡിയാവാൻ വേണ്ടി പോയി. ആ സമയത്ത് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ച് സാജു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ നൈതിക്കുട്ടം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അമ്മ വാ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കി കാര്യങ്ങളെല്ലാം. അങ്ങനെ കറിയുമായി എല്ലാ സാധനങ്ങളും ആയി. സാജു പോകുമ്പോഴത്തേക്കും എൻ്റെ ഉച്ചക്കത്തെ പരിപാടിയായി. നിങ്ങൾ താഴോട്ടേക്ക് വാഷ് ബേസിൽ നോക്കിയാൽ കാണാൻ പറ്റും മുട്ട റോസ്റ്റ് കരിഞ്ഞ പാത്രം അവിടെ ഉണ്ട്. അതാ കണ്ട, ആ പാത്രം മുഴുവനായിട്ട് കരിഞ്ഞു പോയി. പക്ഷെ സ്മെല്ല് വന്നിട്ടുണ്ടായില്ല. അതുകൊണ്ട് അതിനകത്തുള്ള മുട്ട റോസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കി കുക്ക് ചെയ്തെടുത്തു. അപ്പൊ പുറത്ത് കുറെ കാലങ്ങളായിട്ട് കാണാത്ത കാഴ്ചകളാണ് ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. കുറെ കാലത്തിന് ശേഷമാണല്ലോ രാവിലെ എണീക്കുന്നത്. അപ്പോ ഫുള്ള് ഇങ്ങനെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെ ഭയങ്കര തണുപ്പ് തന്നെയാണ്, രാവിലെ എല്ലാം നല്ല തണുപ്പ് തന്നെയാണ്. പിന്നെ ഉച്ചക്കാണെങ്കിലും വെയിലുണ്ടെങ്കിലും ഒരു തണുത്ത കാറ്റ് എപ്പോഴും ഇവിടെ വീശിക്കൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ എന്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞപ്പോൾ നൈതിക്കുട്ടന്റെ കൂടെ പോയി ഇരുന്ന് കുറച്ച് സമയം അവന്റെ കൂടെ കളിക്കുകയും വർത്താനം പറയെല്ലാം ചെയ്ത് പിന്നെ സായുജും കുറച്ച് സമയം അവന്റെ കൂടെ സ്പെൻഡ് ചെയ്ത്. അതായത് എന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ സായുജ് പോകുമ്പോഴത്തേക്കും മുഴുവൻ പണികളും തീർക്കണം എന്നായിരുന്നു. കാരണം എന്നാലേ എനിക്ക് കുറച്ചും കൂടി ഉറങ്ങാൻ പറ്റുള്ളൂ. കാരണം ഞാൻ രാത്രി ഉറങ്ങാൻ വേണ്ടി ലേറ്റ് ആയിട്ടിടെ, എന്നിട്ടാണ് ഒരു 12 മണിക്കോ 2 മണിക്കോ അങ്ങാണ്ട് ഉറങ്ങിയിട്ടാണ് ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കുന്നത്. അപ്പൊ എനിക്ക് 3-4 മണിക്കൂർ ഉറക്കം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി സായുജ് പോയിട്ട് വേണം ഇനി ഉറങ്ങാൻ. കാരണം നൈതിക്കുട്ടന് സ്കൂളിൽ പോകണ്ടല്ലോ, സുഖമില്ലാത്ത. അതുകൊണ്ട് ആ സമയം നമുക്ക് കുറച്ച് ഉറങ്ങാം. ഉറക്കവും ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ വെറുതെ എഴുന്നേറ്റിട്ട് കാര്യമില്ല, ഉറക്കവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് സായുജ് പോകുമ്പോഴത്തേക്ക് അലക്കുക, അടിച്ചു വാരുക, ആറിയിടുക, അങ്ങനെയുള്ള പണികളെല്ലാം തീർക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായി. നൈതിക്കുട്ടനെടുക്കുക കുറച്ച് സമയം കിടക്കും, പിന്നെ വരും. കുറച്ച് ക്ലീനിങ് മാത്രമേ ബാക്കി ഉണ്ടായിട്ടില്ല. ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസിന്റെ ചുറ്റും ഇങ്ങനെ പൊടി വീണ് കിടക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് തുടച്ച് കളയണം. അത് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ചോറ് വെക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറ് നമുക്ക് ചൂടോടെ വെക്കുന്നില്ലേ നല്ലത്. എനിക്കും നൈതിക്കുട്ടനും മാത്രമേ ചോറ് വേണ്ട. സായുജിന് ഉച്ചക്ക് ചോറ് തിന്നുന്നത് ഈ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകുന്നതും അധികം ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് ചോറിന് ചിക്കനോ മട്ടനോ എന്ത് കൊടുത്താലും ശരി അത് വേണ്ട. ചോറ് ലഞ്ച് ബോക്സിൽ കൊണ്ടുവന്ന് അത്ര ഇഷ്ടമല്ല. അതിന് ചപ്പാത്തിയാണ് ഇഷ്ടം ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചപ്പാത്തി കൊടുത്ത് നമുക്ക് ചോറ് വേണം. അപ്പൊ അത് ചൂടോടെ തിന്നാൻ വേണ്ടിയിട്ട് വേഗം വേകുന്ന അരിയാണ് ഞാനിപ്പോൾ വാങ്ങുന്നത്. ആദ്യം
കുറുവയായിരുന്നു വാങ്ങുന്നത്. ഇപ്പം വേഗം വേകുന്ന അരി തന്നെയാണ് വാങ്ങുന്നത് കുറെ കാലമായിട്ട്. അപ്പോൾ വേഗം ചോറുണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് നേരത്തെ വെച്ചിട്ടില്ല. പിന്നെ മീൻ വന്നു കഴിഞ്ഞാൽ മീനും പൊരിക്കണം. ഈ 2 പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പണികളും കഴിഞ്ഞു. ഇനി സായുജ് വരുമ്പോഴത്തേക്കും നമ്മളെ മുട്ട റോസ്റ്റിന്റെ ചൂടെല്ലാം തണിഞ്ഞിട്ടുണ്ടാവും ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പാക്ക് ചെയ്ത് വെക്കാണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ചൂടെല്ലാം തണിഞ്ഞ് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് കൊടുത്തു. അതിന്റെ കൂടെ തന്നെ കെട്ടിയിട്ട് പുറത്ത് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ തന്നെ വന്നിട്ട് എടുത്തിട്ട് പോകും വേസ്റ്റ്. അപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മളെ വേസ്റ്റിന്റെ ഇത് കണ്ടില്ലെങ്കിൽ അവര് കോളിംഗ് ബെൽ അടിക്കും. അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണല്ലോ ഞാൻ നൈതി, അതുകൊണ്ട് ഞാൻ മുന്നേ അത് കെട്ടിയിട്ട് പുറത്തേക്ക് വെച്ചാണ്. അപ്പൊ അതും വെച്ച് പിന്നെ സായുജ് റെഡിയായി. ഇന്ന് റിപ്പബ്ലിക് ഡേന്റെ എന്തോ സെലിബ്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. റിപ്പബ്ലിക് ഡേ കഴിഞ്ഞിട്ടാണ് സെലിബ്രേഷൻ, അതുകൊണ്ട് എത്നിക്ക് വേറെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കുർത്ത എടുത്തിട്ടിട്ടാണ് ഇന്ന് പോകുന്നത്. പോകുന്നതിന് മുന്നേ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് താക്കോല്, വണ്ടിന്റെ താക്കോല്, പിന്നെ എന്തായിരുന്നു ID കാർഡ്, ഇതൊക്കെ എടുത്തിനോ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും പുറത്തു പോകുമ്പോൾ ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മറന്നിട്ടേ പുറത്തു പോവുള്ളൂ. അതുകൊണ്ട് അതൊക്കെ എടുത്തിനോ എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. അപ്പൊ കാണാം, ബൈ, വൈകുന്നേരം കാണാം. പോട്ടെ പോട്ടെ ചേട്ടാ, ശരി. അങ്ങനെ സായുജിനെ പറഞ്ഞയച്ച ഓഫീസിൽ ഞാനും നൈതിക്കുട്ടനും കുറച്ച് സമയം കളിച്ച് അതിനുശേഷം ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. വീഡിയോ നമ്മൾ ഉറങ്ങി, അതായത് അച്ഛൻ പോയിട്ട് നമ്മൾ പിന്നെ ഉറങ്ങി. സുഖമുണ്ടോ? പിന്നെ സുഖണില്ലേ? അപ്പോ നമ്മള് കുറച്ച് സമയം ഉറങ്ങി എണീച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര വിശപ്പ്. കാരണം രാവിലെ തന്നെ പല്ലേച്ചിട്ട് പിന്നെ കിടന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം ഉണ്ടായിരുന്നു രാവിലെ എണീച്ചപ്പോ. കാരണം ഞാൻ ഉറങ്ങുമ്പോ 12:30-1 മണിയായിട്ടുണ്ട്. പിന്നെ 5 മണിക്ക് എണീക്കുകയും ചെയ്തു. അപ്പോൾ ഫുഡെല്ലാം ആക്കി. പക്ഷെ ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എണീച്ചിട്ട് കുറച്ച് സമയം ഉറങ്ങിയാലും കുഴപ്പമില്ല, രാവിലത്തെ ആ ഒരു തിരക്കില്ലേ അതങ്ങ് തീരുമല്ലോ. ഇപ്പൊ ഇന്ന് നൈതിനെ സ്കൂളിൽ പറഞ്ഞേക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഉറങ്ങാൻ പറ്റുക. അല്ലെങ്കിൽ പോയിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല. ആദ്യത്തെ ദിവസമാണ് രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ഉറങ്ങുന്നത്. അപ്പോൾ എണീച്ചോട് ഭയങ്കര വിശപ്പ്. കാരണം രാവിലെ തന്നെ നമ്മൾ പല്ലിയേച്ച് പിന്നെ കുറേ സമയം പണിയെടുത്ത് പിന്നെ കിടന്നുറങ്ങിയതല്ലേ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പൂരി ചുട്ട് നൈതിക്കുട്ടന് പൂരി കൊടുത്ത് പിന്നെ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിന് വിളിച്ച് പറയണം. അവർ മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മീൻ ഫ്രൈ ആക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫുൾ പരിപാടി കഴിഞ്ഞു. കാരണം ഉച്ചക്കത്തെ സാധനം തന്നെയാണ് രാത്രി നമ്മൾ ചൂടാക്കിയിട്ട് കഴിക്കുക. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വ്ളോഗായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോസിനിട്ട് നിങ്ങൾ തന്ന റെസ്പോൺസ് നല്ല രസമാണ് ചേച്ചി വീഡിയോ കണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പേഴ്സണലി വോയിസ് മെസ്സേജ് അയച്ച കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കും അതുപോലെയുള്ള സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും കൂടി മറന്നു പോയത്. ഇൻസ്റ്റഗ്രാമിലും നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്, സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പല അപ്ഡേറ്റ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.